ഇതവന്റെ അമ്മയല്ലേ, സുധാമണി. അപർണയുടെ ജീവിതത്തിൽപ്പെട്ട അപൂർവ നല്ല മനുഷ്യരിൽ ഒരാളാ ഈ സുധാമണി അമ്മ. പഞ്ചപാവ, അസാധ്യ കൈപുണ്യം. എനിക്കും ബാലുവിനും ഫുഡ് റെഡിയാക്കി കൊണ്ട് വന്നിരിക്കാം. അത് മിനിമം 5 പേർക്കെങ്കിലും കഴിക്കാം. അപർണ, തന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈമാ. എന്തായാലും ആഹാരം ഞങ്ങള് ഷെയർ ചെയ്യും. ഓ ഷുവർ. അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാ, നമ്മൾ എല്ലാരും വിഷമിക്കുന്ന സമയത്ത് അമ്മ ചിരിക്കും, ചിരിക്കേണ്ട സമയത്ത് അമ്മ കരയും. സുധാമണി സൂപ്പറാന്നാ നാട്ടുകാര് പറയുന്നേ. ആ, അത് മോള് വെറുതെ പറയുന്ന. ദേ, ഈ മോളാ സൂപ്പർ. ബാലു, എന്താ ഇത്? കിരൺ എന്റെ ഗസ്റ്റാ. എന്റെ ഗസ്റ്റിനെ അപമാനിച്ചു അല്ലേ? ആരാ ഈ സ്ത്രീ? സർ, ഇതെന്റെ അമ്മയാ. അമ്മയുടെ ദേഹത്ത് മനഃപൂർവ്വം തട്ടി ഇവൻ പ്രശ്നം ഉണ്ടാക്കിയതാ. എന്നിട്ട് ലോക്കൽ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു കളിയാക്കലും. ചേരിന്നും ലോക്കൽ എന്നൊക്കെ കൊണ്ട് നീ ഉദ്ദേശിച്ച എന്താടാ അത് പറ. ഓഫീസിൽ വച്ചൊരു ഇഷ്യൂ ഉണ്ടായാൽ അത് എന്നോട് പറയണം, ഞാൻ പരിഹരിക്കും. കിരൺ എന്റെ ഗസ്റ്റാ. എന്റെ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ. ഇവൻ എന്നോട് മാപ്പ് പറയണം. ഞാൻ പറയാ സാറേ. അമ്മേ, നോ. എന്നെ കയ്യേറ്റം ചെയ്ത ആള് തന്നെ എന്നോട് സോറി പറയണം. ഇവൻ തന്നെ എന്നോട് സോറി പറയണം. ബാലഗോപാൽ, കാര്യങ്ങൾ ഒരു ഈഗോയിലേക്ക് കൊണ്ടുപോകണ്ട. സോറി പറഞ്ഞേക്കൂ. സർ, ഞാൻ മോനെ പറഞ്ഞേക്കടാ, ഈ പ്രശ്നം അങ്ങ് തീരട്ടെ. സോറി പറഞ്ഞേക്കും മോനെ. സോറി. ആ, ഓക്കെ ഓക്കെ. ബാലു സോറി പറഞ്ഞതോടെ എന്റെ എല്ലാ ദേഷ്യവും മാറി. ഓക്കെ ബാലു. ഓക്കെ അപർണ. കിരൺ, താമ്പാ. സുധാമണി, ഞാൻ പറഞ്ഞില്ലേ, ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു, ഒരുപാട് തിരിച്ചറിവ് തന്നു. ചിലപ്പോൾ ഇനിയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ നല്ല ദിവസങ്ങൾ തുടങ്ങുന്നത്. നീ വാ, ടാക്സിയിലാ ഞാൻ വന്നിരിക്കുന്നത്. വെയിലും കൊണ്ട് നടക്കണ്ട. നിന്റെ വീടിനടുത്ത് ഞാൻ ഇറക്കാം. ഞാൻ വീട്ടിൽ കയറില്ല, അത് പേടിക്കണ്ട. സുധാമണി ഇപ്പൊ ഒന്നിനെയും പേടിക്കുന്നില്ല. പേടിയൊക്കെ മാറിക്കഴിഞ്ഞു. അന്ന് കല്യാണ മണ്ഡപത്തിലും പിന്നെ ഫോണിൽ കൂടിയും ഞാൻ പറയേണ്ടതൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. മക്കളുടെ ജീവിതത്തിലേക്ക് ചെല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യം നേടാന്ന് വിചാരിക്കണ്ട. സുധാമണി തോറ്റു തരില്ല, തോറ്റു തരില്ല, തോറ്റു തരില്ല. ലോകത്താരുടെയൊക്കെ മുന്നിൽ തോറ്റു കൊടുത്താലും നിങ്ങൾക്ക് മുമ്പിൽ തോറ്റു തരില്ല. മരിക്കേണ്ടി വന്നാൽ. ഞാനെന്ത് ചെയ്തു ബാലു? എന്ത് ചെയ്യുന്നോ അത് തനിക്കറിയില്ലേ? ബാലു പറ. ആ വെയിലത്രയും കൊണ്ട് കാരിയറും തൂക്കി അമ്മ വന്നത് നമുക്ക് വേണ്ടിയാ, തനിക്ക് വേണ്ടിയാ. ബാലു പതുക്കെ. തന്നെ കാണാൻ അത് അമ്മ പറയുകയും ചെയ്തു. എന്നിട്ട് ആ പാവത്തിനെ കിരൺ അവഹേളിച്ചപ്പോ താൻ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? ശബ്ദിക്കരുതെന്ന് താൻ പറഞ്ഞോ? വേണ്ട. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ താൻ? തന്റെ ബന്ധുവല്ലേ, തന്റെ ഫാമിലി ഫ്രണ്ട് അല്ലേ അവൻ? എന്നേക്കാൾ വോയിസ് തനിക്കുണ്ടായിരുന്നല്ലോ. എന്താ മറുപടി പറയാത്തെ? എന്തുകൊണ്ടാ താൻ ഇടപെടാത്തെന്ന് ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാ ബാലു പറ. അമ്മ ഇവിടെ വന്നത് തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ല. അമ്മയുടെ വേഷം, അമ്മയുടെ രീതികൾ. അമ്മ ഒരു പഴയ മട്ടുകാരിയാണല്ലോ. അല്ല, ഞാൻ കുറ്റം പറയല്ല. അമ്മയുടെ കോലമൊക്കെ കൂടി കണ്ടപ്പോ താൻ ചിന്തിച്ചു കാണും, അമ്മ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേന്ന്. ചമ്മലോടെ ആയിരിക്കും താൻ അമ്മയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയത്. ബാലു, ബാലു എന്നെ കുറിച്ച് ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ചിന്തിച്ച് ചിന്തിച്ച് ബാലു എവിടം വരെ എത്തിയത്? അമ്മയുടെ കോലം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് വീട്ടിലെ കോലം ഇഷ്ടപ്പെടാതിരിക്കണമല്ലോ. ബാലു ഉൾപ്പെടെ അവിടുത്തെ ആരെയും എനിക്ക് പിടിക്കാതിരിക്കണമല്ലോ.
ആ കാര്യം വിട്ടേക്ക്. ഹാ ബാലുവിന് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിട്ടേക്കാനോ? എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടേ വിടുന്നുള്ളൂ. കിരൺ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഇടപെടാത്തത് പറയാം. അമ്മയ്ക്ക് വേണ്ടിട്ടാ ഞാൻ അവിടെ ഒന്നും മിണ്ടാതെ നിന്നത്. ഈ ഇഷ്യൂ അവൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആ ഇഷ്യൂവിൽ നിന്ന് എങ്ങനെ ഒഴിയാമെന്നാ ഞാൻ ചിന്തിച്ചത്. അവൻ ലോക്കൽ എന്നൊക്കെ പറഞ്ഞപ്പോ ലോക്കലായി എപ്പോഴും ഏറ്റവും മികച്ചതും നല്ലതും എന്നൊക്കെ പറയാൻ ഒരുങ്ങിയതുവാ. പക്ഷെ അതൊരു വലിയ ബഹളോ. 3 or 4 പേര് അറിഞ്ഞ് അവസാനിക്കുന്നത് ചിലപ്പോ നാട്ടുകാർ മുഴുവനും അറിയും. അവനൊരു പക്ഷെ അങ്ങനൊരു ബഹളമായിരിക്കും ആഗ്രഹിച്ചിരുന്നത്. ബാലുവും കിരണും മാത്രമായിരുന്നിരിക്കട്ടെ, എന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ബാലുവിന് കാണാം. അമ്മ ഇങ്ങനെ കാറ്ററിംഗ് നടത്തി ജീവിക്കുന്ന ആളാണെന്ന് ഇന്നലല്ലോ, പണ്ടേ എനിക്കറിയില്ലേ. എനിക്ക് അമ്മയുടെ രീതികൾ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞൂടായിരുന്നോ? അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ താമസിക്കണമെന്ന് നിർബന്ധം പിടിച്ചൂടായിരുന്നോ? ഏയ് അപർണ, കണ്ണുടക്കി. സോറി പ്ലീസ്. എനിക്ക് മനസ്സിലായി. സത്യത്തിൽ ചില സമയത്ത് ഞാൻ വെറൊരു മണ്ടനാണ്. എനിക്ക് വേണ്ടി വീട്ടുകാരോട് മുഴുവൻ ഫൈറ്റ് ചെയ്ത തന്നോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങള് സോറി. ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവനെ കണ്ടത് മുതൽ എന്റെ കിളി പോയതാ. അങ്ങനെ വട്ടുകേറി എന്തൊക്കെയോ പറഞ്ഞു എന്നങ്ങ് വിചാരിക്കും. എന്താ അമ്മ? കൂട്ടുകാർ തല്ലി കുടിക്കുന്നൊക്കെ അവിടെ നിൽക്കണേ. ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയുക, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ പെൺമക്കളെയും സൂക്ഷിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവനൊക്കെ വീട്ടിൽ കയറി. നിന്റെ ഇളയ സന്താനം ഉണ്ടല്ലോ, ഇവൻ എന്റെ കൊച്ചിനെ പഴിപ്പിക്കാൻ നോക്കുക. ഐസ്ക്രീം വാങ്ങിച്ച് കോരിക്കൊടുത്ത് മയക്കിയെടുക്കാൻ നോക്കുക അവൻ. അതും പൊതു റോഡില് നാട്ടുകാർ കാണത്തക്ക വണ്ണം. സത്യമാണോടാ? ആണോന്ന് ആന്റി ഞാൻ പറയാം. കീർത്തന മോളോട് ഞാൻ ചോദിച്ചിട്ടില്ല. പിള്ളേച്ചൻ പറഞ്ഞ സത്യമാണോടാ? ശരിയാ, കീർത്തനയ്ക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി കൊടുത്തു. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? മോളെ അങ്ങോട്ട് മാറി നിൽക്ക്. നമ്മളെ വീട്ടിലില്ലടാ ഒരു കുട്ടി. നീ അതെന്താ ആലോചിക്കാത്ത? ആന്റി ഞങ്ങള് ഫ്രണ്ട്സാ, ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഓ ഫ്രണ്ട്സ്? എന്തോന്ന് ഫ്രണ്ട്സ്? എന്തോന്ന് ഫ്രണ്ട്? സുധാമണി, മൂത്ത മോൻ കാശുള്ള ഒരു കൊച്ചിനെ മയക്കിയെടുത്തു. അതുപോലെ ഇളയ മോനെ എന്റെ വീട്ടിലോട്ട് കയറ്റിവിടാനാണ് പ്ലാനെങ്കിൽ അത് നടക്കത്തില്ല. ചോപ്പിട്ടിക്കൂട്ടി ഞാൻ ഭിത്തിയിലൊട്ടിക്കും. എന്നത്താ ഒട്ടിക്കണോ? കാണണ്ടേ ചവിട്ടി കൂടുന്നത്? ബാക്കിയുള്ളവർക്കും ഉണ്ട് കൈയും കാലും ഒക്കെ. ഓ, ചവിട്ടി കൂട്ടാനും ഭിത്തിയിൽ ഒട്ടിക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം. സുധാമണി, നിനക്കെന്ന് ഞാൻ ഈ വീട് തന്നോ അന്ന് തുടങ്ങിയതാ എന്റെ ഈ തലവേദന. എല്ലാത്തിനും ഞാനുണ്ടല്ലോ. പിള്ള സാർ, അമ്മയുടെ നേർക്ക് ഇനി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ലേ എന്നെ വരട്ടുകയാണോ? അനാവശ്യം പറഞ്ഞ കൊച്ചെന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ? പിള്ള സാർ ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പ കാണാം എന്ത് ചെയ്യുന്നു. സാഹചര്യത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല. പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയാൽ അവരുടെ അച്ഛനും അമ്മമാർക്കും വേദനിക്കും. പക്ഷെ ഇവിടെ ഈ 2 പേരും അടുത്തടുത്ത് താമസിക്കുന്ന 2 കൂട്ടുകാരാ. ഫ്രണ്ട്ലി ആയിട്ടാ പെരുമാറുന്നേന്ന് മോള് പറയുകയും ചെയ്തു. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സംസാരിക്കേണ്ട രീതി ഇതല്ല. അയ്യോ അയ്യോ, എന്നാലേ സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ. സാറിന്റെ രീതി വെച്ച് എത്ര പറഞ്ഞു തന്നാലും സാറ് പഠിക്കുന്ന തോന്നുന്നില്ല. കൊച്ചേ, നീ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണേ. അപർണേച്ചി, ഏട്ടാ, അമ്മേ, സോറി. ഞാൻ ആ പിള്ളേച്ചന്റെ മുമ്പിൽ നിന്ന് വേർത്തത് കോളനിക്കാരെല്ലാരും കാണുന്നോണ്ടായിരുന്നില്ല. അപർണ മോളെ പറ്റി ആലോചിച്ചിട്ടാ.
ഇതൊന്നും ശീലമില്ലാതെ വേറൊരു രീതിയിൽ ജീവിച്ച ആളാ ഈ കുട്ടി. നമ്മളെ വഴക്കും ബഹളവും ഒക്കെ കാണുന്നതിലുള്ള നാണക്കേടായിരുന്നു എനിക്ക്. മതി മതി അമ്മ, വിഷയം മാറിപ്പോന്നു. സാഗറും കീർത്തനയാ ഇവിടെ വിഷയം. അത് മാറി വിഷയം വലിയ വീട്ടിലെ കുട്ടിയായി. എനിക്ക് പ്രധാന മോള് തന്നെയാ. ബാലുവിന്റെ കൈ പിടിച്ച് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വരുമ്പോ നമ്മള് മോളോട് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളില്ലേ? അമ്മ ഒന്ന് നിർത്ത്. ഈ വീട്ടിലെ ഒരാളായതുകൊണ്ടാ ഞാൻ പിള്ളയോട് പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞത്. വലിയ വീട്ടിലെ കുട്ടിയായിട്ടാ നിന്നതെങ്കിൽ വഴക്ക് നടക്കുമ്പോ ഞാൻ എന്റെ മുറി കയറിയിരുന്ന് എന്റെ കാര്യം നോക്കുമായിരുന്നല്ലോ. പറഞ്ഞു പറഞ്ഞു നിങ്ങളൊക്കെ കൂടി എന്നെ അന്യ വീട്ടിലെ ആളാക്കല്ലേ പ്ലീസ്. മോളെ, സാഗർ, നിന്റെ ഇഷ്ടത്തെയും സ്നേഹത്തെയും കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നീ തീരുമാനിക്കേണ്ടതാ. പക്ഷെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കീർത്തനയുടെ അത്രയും പ്രായമില്ലെങ്കിലും ഇവിടെ ഒരാളുണ്ട്, മീനാക്ഷി. സൂരജ് പ്ലീസ്. എന്ത് പ്ലീസ്? ഇന്നലെ രാത്രി നടന്നത് നീ നടത്തിയ നാടകമല്ലേ? ഞാൻ വന്നൂന്ന് നീ നിന്റെ വീട്ടുകാരെ അറിയിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് എന്നോടൊരു അഭിനയം. ഞാൻ മണ്ടനാണെന്ന് വിചാരിച്ചു. സൂരജ് അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ശരി. ഇനി ഞാൻ പറയുന്നിടത്ത് നീ വരും. നിന്നെ ഞാൻ വരുത്തിയിരിക്കും. ഇന്നലെ നീ കാരണം എല്ലാരും കൂടി എന്നെ കള്ളനാക്കിയില്ലേ, തല്ലാൻ ഓടിച്ചില്ലേ? അതിനൊക്കെ ഞാൻ നിന്നോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. അന്ന് എന്നെ തല്ലിയ നിന്റെ ആങ്ങളമാർ എന്റെ കാലിൽ വന്ന് വീഴും. അവർ എന്നോട് മാപ്പ് ചോദിക്കുന്നത് നീ കാണും. സൂരജ്, ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് സൂരജ്. പഠിക്കണോന്നുള്ള ഒരൊറ്റ ലക്ഷ്യം എനിക്കിപ്പോ ഉള്ളൂ. ഞാനൊന്ന് പഠിച്ചോട്ടെ. നീ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ മീനാക്ഷി. നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ ഇറങ്ങൂ. നിന്നെ മാത്രമല്ല, എന്നെ തല്ലിയ നിന്റെ ചേട്ടന്മാരും പഠിക്കും കുറെ പാഠങ്ങൾ. ഇതിന്റെയൊക്കെ ഒരു എഫക്റ്റ് നിന്റെ പുതിയ ചേച്ചിയില്ലേ, ആ അപർണ, അവളും അനുഭവിക്കും. എന്തായാലും സുധാമണി ചേച്ചിക്ക് കോൾ അടിച്ചു. ഇനി സ്വർണ്ണം ഒന്നൊന്നായിട്ട് നൈസായിട്ട് അങ്ങ് അടിച്ചു മാറ്റാലോ. സുഭാഷിണി, ഇതാ അപർണമോള് തന്നേന്ന് പറഞ്ഞില്ലേ? അയ്യോ, അത് പിന്നെ സുധാമണി ചേച്ചി ചോദിച്ചാ അപർണയ്ക്ക് തരാതിരിക്കാൻ പറ്റുമോ? അമ്മായിയമ്മയെ വെറുപ്പിച്ച മരുമൊക്കെ വീട്ടിൽ കിടന്ന് പൊറുക്കാൻ പറ്റുമോ? സുഭാഷിണി ചേച്ചി പറഞ്ഞില്ലേ, ഇത് ഞാൻ എന്റെ അമ്മയ്ക്ക് സ്നേഹത്തോടെ കൊടുത്തതാ. ഇതെന്റെ അമ്മായിയമ്മയല്ല, എന്റെ അമ്മയാ. പുത്തനച്ചി പൊരപ്പുറം തൂക്കാൻ മാത്രമല്ല, അമ്മായിയമ്മ നന്നായി സോപ്പിടുകയും ചെയ്യും. എന്റെ അപർണെ, സുഭാഷിണി പറയുന്നതിന് അപർണ അല്ലാതെ ആരെങ്കിലും മറുപടി പറയോ? അയ്യോ അപർണ മോളെ, ഞാനൊരു തമാശ പറഞ്ഞ മൂക്ക് മനസ്സിലാവില്ലേ? സുഭാഷിണി ചേച്ചി ഇങ്ങനെയാ, ഓരോരോ ഹാസ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചിരിപ്പിച്ചോണ്ടേയിരിക്കും. ചേച്ചി തമാശക്കാണ് പറഞ്ഞെങ്കിൽ സാരമില്ല. പക്ഷേ ചിലര് തമാശ പറയും പോലെ കുത്തുവാക്ക് പറയും. അയ്യോ എന്റെ മോളെ അതങ്ങ് വിട്. ഈ സുഭാഷിണി ചേച്ചി സോറി, ദേ എല്ലാവരോടും സോറി. ഞാനിങ്ങനെ ഉള്ളിൽ ഒന്നും ഒളിച്ചു വെക്കാതെ ഓരോന്നും പറയും. ദേ ഇപ്പൊ ഈ വളയുടെ കാര്യം തന്നെ. നമ്മുടെ സ്നേഹനഗറിലെ എന്റെ ഒരു പരിചയക്കാരിയുടെ മോള് 200 പവന്റെ ആഭരണം ഇട്ടിട്ടാ കല്യാണം കഴിഞ്ഞ് ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് കയറിയത്. ദേ 3 മാസം കഴിഞ്ഞപ്പോ മരുമോളുടെ 200 പവനും അമ്മായിമ്മയുടെ കഴുത്തിലും കയ്യിലും ആയി. ആ മക്കളെ കൊണ്ട് വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കുന്നതേ അമ്മായിമ്മമാർക്ക് വിലസാനാ. അയ്യോ, ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞതല്ല കേട്ടോ, സ്നേഹനഗറിലെ കാര്യം പറഞ്ഞതാ. ആഹാ, ബെഡ്റൂം ഓഫീസ് ആക്കാനുള്ള പദ്ധതിയാണോ? പെൻഡിങ് ഫയൽസ്. ആ, നേരാമണ്ണൊക്കെ ചെയ്യണേ. അറിയാലോ, ഞാനാണ് ടീം ലീഡർ. എന്തെങ്കിലും തെറ്റ് വന്നാലേ ഞാൻ എന്റെ ഭർത്താവാണെന്നൊന്നും നോക്കൂല. ഞാൻ ടീമിൽ നിന്ന് മാറ്റും. എന്താ പറഞ്ഞേ? അച്ചുടാ, അതിനിടയ്ക്ക് ഫീൽ ചെയ്തു. ഏയ്, ഞാനെന്തിനു ഫീൽ ചെയ്യണം? ഞാൻ വെറുതെ ചോദിച്ചേ. ഓഫീസിൽ ഞാൻ ലീഡർ, വീട്ടില് ബാലു ലീഡർ. കോംപ്ലിമെന്റ്സ് ആയോ? ആ, ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, അടച്ചു വെച്ചിട്ട് വന്നേ. അപർണ,
എനിക്ക് മനസ്സിലായി, എനിക്ക് കേക്കണ്ട. എന്ത് കേൾക്കണ്ടെന്ന്? ഈ വീട്ടില് ഞാൻ ഓക്കെ ആണോ? ഇന്ന് ഗെയിമിനിടയില് സുഭാഷിണി പറഞ്ഞത് വേദനിപ്പിച്ചോ? ഇതൊക്കെയല്ലേ പറയാൻ വരുന്നേ. ഒരു കാര്യം ചെയ്യും, ബാലു അതിങ്ങ് റെക്കോർഡ് ചെയ്തതാ. എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയണ്ടല്ലോ. അല്ല പറഞ്ഞ, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. ഇവിടത്തെ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നില്ല. ബാലു ഈ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലാന്ന്. ആ വാ, ഭക്ഷണം കഴിക്കാം. ഓക്കെ ഓക്കെ, ഇനി ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അല്ല, നീ മീനാക്ഷി ശ്രദ്ധിച്ചോ? അവളെന്താ സ്കൂളിൽ നിന്ന് വിഷമിച്ച് വരുന്നത് പോലെ വന്നത്? മനുഷ്യനല്ലേ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിഷമിക്കണ്ടേ. വാ, ആഹാരം എടുത്ത് വെച്ചിരിക്കാം. അപർണ, ഫുഡ് കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് കേറി വന്നിട്ട് ന്യായം പറയുന്നോടാ. അതിരിക്കട്ടെ, ഇപ്പൊ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെ, എനിക്കൊരു 1000 മണീസ് വേണം. എത്ര മണീസ്? വെറും 1000 മണീസ്. ഒരു ഷൂ വാങ്ങാനാ. ഒരു നല്ല ഷൂവിനൊക്കെ 10,000 രൂപ വരെ വിലയുണ്ട്. ഓഹോ. പക്ഷേ ഏട്ടന്റെ ഈ സാഹചര്യത്തിൽ 1000 രൂപയുടെ ഷൂസ് വാങ്ങി എന്റെ ഏട്ടനെ സഹായിക്കുന്നു. അതാണ് ഈ സഗർ. അപ്പോ 1000 രൂപ എടുത്തേ. പിന്നെ 1000 രൂപ പോയി പണി നോക്കണം. ഏട്ടനെ എനിക്കറിയാലോ. ഏട്ട പുറമെ പരുക്കനാണെങ്കിലും ഉള്ളിൽ സോഫ്റ്റാ. പുറമെ ചിരട്ടയാണെങ്കിലും ഉള്ളിൽ ഇളനീര. മതി മതി മതി, തള്ളി മറിക്കണ്ട. 1000 രൂപ തന്നാ പോരെ തൽക്കാലം. വാ, ഫുഡ് കഴിക്കാൻ വാ. ഞങ്ങള് വിഷമിച്ചാലും ഗുളിക കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? അല്ല, തലവേദന മാറാൻ ഗുളിക കഴിക്കാൻ പോവാണല്ലേന്ന്. ഇമാതിരിയുള്ള ചെറിയ ചെറിയ വേദനകൾക്കൊന്നും ഗുളിക കഴിക്കരുത് മീനാക്ഷി. അതിനൊക്കെ വേറെ ചികിത്സയുണ്ട്. ചേച്ചി. എന്താ മോളെ? അല്ല, ഞാൻ നേരത്തെ ചേച്ചി കളിക്കാൻ വിളിച്ചപ്പോ ദേഷ്യം പോലെ കാണിച്ചു. അമ്മ ചായ കുടിക്കാൻ വിളിച്ചപ്പോഴും ദേഷ്യം കാണിച്ചു. ചേച്ചിക്ക് എന്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ്. പക്ഷെ അപ്പോഴത്തെ ഇതില് ചേച്ചിക്ക് എന്നോട് വിഷമം തോന്നരുത്. ചേച്ചിയുടെ വിഷമം അവിടെ നിക്കട്ടെ, മോളുടെ വിഷമം എന്താന്ന് പറ. ഹലോ. എടാ, അവളെത്തിയോ? ഇല്ല, വരാറായി. ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ക്യാമറ കൃത്യമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കണം. ഈ വീഡിയോ കൂടി സെറ്റായാൽ അവളും അവളുടെ ഫാമിലിയും ഞാൻ പറയുന്നിടത്ത് നിൽക്കും. അതിനുശേഷം വേണം അവളുടെ ചേട്ടന്മാരെ എനിക്കൊന്ന് കാണാൻ. നീ ഫോൺ വെച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചോ. കെയർഫുൾ ആയിരിക്കണേ. ഓക്കെ. അവള് വന്നോണ്ടിരിക്കുകയായിരിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ. ഹലോ. എവിടെ എത്തി? വന്നോണ്ടിരിക്കുക, ഉടനെ എത്തും. ഓക്കെ ഓക്കെ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല. വാ മീനാക്ഷി.
ഇങ്ങോട്ടിരിക്കും മീനാക്ഷി. ആ, എന്താ മീനാക്ഷി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? റിലാക്സ് ചെയ്യേ, ബി കൂൾ. ഇരിക്കേ. ഒന്നും വേണ്ട സൂരജ്. എന്താ മീനാക്ഷി ഇത്? ഇയാൾ എന്തിനാ പേടിക്കുന്നേ? ഈ ഗസ്റ്റ് ഹൗസ് ഞങ്ങളുടെ സ്വന്തം. കുറെ കാലമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. മോളെ ഹാപ്പിയല്ലേ? അതേ വർണ്ണേച്ചി, 100% ഹാപ്പിയാ. എന്റെ മനസ്സിന്റെ ഭാരം ഇറങ്ങിപ്പോയതുപോലെ. അമ്മ എന്താ സംഭവിച്ച? സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നല്ല വെടിപ്പായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവനെ ചവിട്ടി കൂട്ടിയോ? എനിക്ക് അതറിഞ്ഞാ മതി. അപർണ, അമ്മേ നടന്നതൊക്കെ വ്യക്തമായിട്ടൊന്ന് പറ. എല്ലാം കേട്ടിട്ട് വേണം നമുക്ക് ആ സൂരജിന്റെ വീട്ടിലോട്ടൊന്ന് പോവാൻ. മക്കളെ, ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തു. നമ്മളെന്നല്ല, എന്റെ മോള് ചെയ്തു എന്ന് പറയുന്നതാ ശരി. മീനാക്ഷി സ്കൂളിൽ നിന്ന് വിഷമിച്ചിരിക്കുന്നത് കണ്ടത് മുതൽ അപർണ മോള് മീനാക്ഷിന്റെ പുറകെയായിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, നമ്മള് രണ്ടാളും കൂടി തീരുമാനിച്ചതാ ഇത് നമ്മൾ തന്നെ അങ്ങ് കൈകാര്യം ചെയ്യാന്ന്. ഒരിക്കൽ ഞങ്ങൾ അവനെ ഒന്ന് കൈകാര്യം ചെയ്തതാ, അവൻ അതുകൊണ്ടും പഠിച്ചില്ല. അവൻ ഇതുകൊണ്ടും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശല്യം ഉണ്ടായാ പറയാൻ മടിക്കരുതേ മീനു. ഇനി ഏത് കാര്യവും മീനാക്ഷി ആദ്യം അറിയിക്കുന്നത് എന്നെ ആയിരിക്കും. മീനാക്ഷി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സൂരജും അവന്റെ അച്ഛൻ പ്രമോദും രണ്ടും കുഴപ്പക്കാരാ. നമ്മൾ സൂക്ഷിക്കണം. ഓ പിന്നെ കുഴപ്പക്കാര് ഇങ്ങോട്ട് വരട്ടെ കുഴപ്പം കാണിക്കാൻ. അതൊക്കെ ഇരിക്കട്ടെ, ഇത്രയും കുഴപ്പം പിടിച്ച അവസ്ഥ നേരിടാൻ അമ്മയ്ക്ക് പേടിയില്ലായിരുന്നോ? എനിക്കെന്ത് പേടിയാ? എന്റെ പൊന്നു മോള് കൂടെ ഉണ്ടായിരുന്നില്ലേ, പിന്നെ ആരെയാടാ പേടിക്കണ്ടേ? നിനക്കോ? എനിക്കെന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ഞാനെന്തിനു പേടിക്കണം? എന്റെ വലിയ ശക്തിയാണ് അമ്മ. സുധാമണി അമ്മ സൂപ്പറാ. എന്റെ മോളാ സൂപ്പർ. മഹേഷ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. യാമിനി, നീ ഇരിക്കാനാ പറഞ്ഞത്. നിനക്ക് എന്തു പറ്റിയടാ മഹേഷേ? ഓരോന്ന് പറഞ്ഞ് നീ എന്തിനാ ഇവളെ വിഷമിപ്പിക്കുന്നേ? അതും ആഹാരം കഴിക്കുമ്പോ. അളിയ, അവളുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഞങ്ങള്. സന്ദീപ് കൂടുതൽ സംസാരിക്കണമെന്നില്ല. മഹേഷ്, വന്ന് ഭക്ഷണം കഴിക്ക. എനിക്ക് വേണ്ട. മഹേഷ് വന്നേ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കണ്ട. മഹേഷ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനും ഒരു വക കഴിക്കാൻ പോകുന്നില്ല. മഹേഷ്, എന്റെ ഒരവസ്ഥ എത്ര പറഞ്ഞാലും മഹേഷിന് മനസ്സിലാവില്ല. വഴക്ക് പറയുകയല്ല, കൂടെ നിൽക്കുക വേണ്ടത്. നാളെ ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. നിങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ശരി, പോയിട്ട് വാ. അതെ, ഈ കോളനിയിൽ ചില അസൂയക്കാരുണ്ട്. അവര് പറയുന്നതേ അപർണയുടെ സ്വർണം മുഴുവനും സുധാമണി ചേച്ചി അടിച്ചു മാറ്റുന്നാ. അയ്യോ, എന്നോട് ആരൊക്കെ ഇത് ചോദിച്ചു. ഞാൻ അവരോടൊക്കെ തിരിച്ചു ചോദിച്ചു. അല്ല, അടിച്ചു മാറ്റി തന്നെ എന്താ ഇപ്പൊ കുഴപ്പം? സ്വന്തം മരുമോളുടെ സ്വർണ്ണ അല്ലേ? ഒന്നുമില്ലെങ്കിലും സുധാമണി ചേച്ചി അപർണയുടെ അമ്മായിയമ്മയല്ലേ? അപ്പൊ പിന്നെ സാരമില്ലെന്നേ. ഓ പാവം സുധാമണി ചേച്ചി. കോളനിക്കാരുടെ കുത്തുവാക്ക് കാരണം ബാക്കി സ്വർണ്ണമൊക്കെ എവിടെയോ മാറ്റി വച്ചിരിക്കുക. പാവം, ഇപ്പൊ കയ്യിൽ ഒറ്റ വളയേ ഉള്ളൂ. ഒക്കെ അസൂയ കൂട്ടങ്ങളാന്നേ. ദൈവമേ, സത്യത്തിൽ എനിക്ക് അപർണയോട് അസൂയാന്നേ.
100 ആളുടെ പണി ചെയ്താലും മുഖത്ത് എപ്പോഴും സന്തോഷാ. അയ്യോ. അതെ, വെള്ളം കോരും, തുണി അലക്കും, തറ തുടയ്ക്കും. ഞാൻ ചോദിക്കും അപർണയ്ക്ക് മടിക്കില്ലേ എന്ന്. അപ്പൊ ഒന്നും പറയാതെ ഒരു ചിരി അങ്ങ് ചിരിക്കും. വരൂ വരൂ. ബാലു, അപർണ, ഇതാരാ വന്നാ നോക്കിയേ. ഇരിക്കും. അപർണ അങ്ങിലിരിക്കും. ആ പെങ്കൊച്ചു പറഞ്ഞതുപോലെ സുധാമണിയുടെ കയ്യിലും കഴുത്തിലും ഒന്നും അത്രയും സ്വർണം കാണുന്നില്ലല്ലോ. കൊറേ അവര് പൂഴ്ത്തി കാണും. മടി കനുണ്ടായ പോരെ. മമ്മി, അച്ഛമ്മ. മമ്മി, ബാലു ഒന്ന് വന്നേ. ഇവിടെ വെള്ളം കോരാനാണോ ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് അയച്ചത്? വിവാഹം ചെയ്ത് വന്ന് കയറിയില്ല, അതിനു മുമ്പ് തന്നെ അവളെ ബുദ്ധിമുട്ടിച്ച് തുടങ്ങിയല്ലേ? ബാലു വാ. ഇവിടെ അടുത്തവരെ വന്നപ്പോ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. അയ്യോ അയ്യോ എന്റെ അമ്മോ. അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ടോ? ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകാൻ പോവാ. പോയി അവളെ അങ്ങ് ചവിട്ടി കൂട്ടും. അവള് ചാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചാവുന്നതിന് മുമ്പ് നമ്മുടെ കാര്യങ്ങൾ നടത്തണം. അതിനവൾ അടുക്കുന്നില്ലല്ലോ. എന്റെ സ്വഭാവം മാറിയാ ഞാൻ അവളെ വെട്ടി ദുർക്കും. എത്ര പ്രാവശ്യം പറഞ്ഞതാ, ചൂടാകേണ്ട അവസരമല്ല ഇത്. നമ്മുടെ 2 കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അവള് തന്നെ വിചാരിക്കണം. ഒന്ന്, അവള് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണം. ചേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട ശേഷം നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. പിന്നെ ഈ അസുഖത്തിന്റെ പ്രതിവിധി, അത് മക്കള് തന്നെ സഹായിക്കണ്ടേ? എന്തായാലും മക്കളെ സംബന്ധിച്ച് അവരുടെ അച്ഛൻ മരിച്ചുപോയ ആളാ. ചേട്ടനെ അവർക്കറിയില്ല. അപ്പോൾ സുധാമണിയോട് ചേട്ടന്റെ അസുഖത്തിന്റെ തീവ്രത അറിയിക്കണം. ചേട്ടന്റെ DNA ഉള്ള ആളിന്റെ മജ്ജ മാറ്റിവെച്ചില്ലെങ്കിൽ 6 മാസത്തിനകം മരണം സംഭവിക്കുമെന്ന് അവളെ അറിയിക്കണം. അവളിലൂടെ ചേട്ടൻ കുട്ടികളിലേക്ക് ചെല്ലണം. അവൾ ഇനിയും വലിയ ആള് കളിക്കാൻ നിന്നാൽ ഞാൻ ബാലുവിനെയോ സാഗറിനെയോ മീനാക്ഷിയോ തട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഡോക്ടറിനെ സ്വാധീനിച്ച് മജ്ജ മാറ്റിവെക്കും. ആരെ കൊന്നിട്ടായാലും ശരി, എനിക്ക് ജീവിച്ചേ പറ്റൂ. ഞാൻ അങ്ങനെ മരിക്കില്ല. മരിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കത്തുമില്ല. ചേട്ടൻ പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട്? ചേട്ടൻ പറഞ്ഞതുപോലെ സുധാമണി അടുക്കുന്നില്ലെങ്കിൽ പിള്ളേരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുവരാം. പക്ഷെ അതിനു മുമ്പ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വഴികൾ നോക്കണം. കണ്ണീരിലും സ്നേഹത്തിലും വീഴ്ത്താൻ നോക്കണം. അവളുടെ ഹൃദയം മനഃപൂർവ്വം കല്ലായതുപോലെ അഭിനയിക്കുക. യഥാർത്ഥത്തിൽ അവളുടെ നെഞ്ചിൽ സ്നേഹമാണ്. ആ സ്നേഹം മുതലാക്കാൻ ഒരു ശ്രമം കൂടി ഞാൻ നടത്തും. അതിനും അടുത്തില്ലെങ്കിൽ ഈ ചുമ കാണുമ്പോ പേടിയാവുന്ന ഏട്ടാ. എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ നടത്തണം. ചികിത്സ കഴിഞ്ഞ കാനഡയിലേക്ക് പോവുകയും വേണം. ഈ കൈമാറ്റത്തിന് എനിക്ക് സമ്മതമാണ്. അല്ല ചേട്ടാ, നമുക്ക് സാവകാശം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനി ഒന്നും ആലോചിക്കാനില്ല. അനൂപ് ജി, എനിക്കിതിന് സമ്മതമാണ്. അതെ,
നിങ്ങൾക്ക് ഈ കോളനി വിലക്ക് തരാൻ എനിക്ക് സമ്മതമാണ്. അപ്പൊ മിസ്റ്റർ പിള്ള, ഞങ്ങൾ ഇറങ്ങാണ്. ഈ കോളനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കാം. ഓക്കെ. അല്ല, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. ഇനിയൊന്നും ആലോചിക്കാനില്ല. അപ്പോഴേ ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കാം, എന്നിട്ട് അറിയിക്കാം. പിന്നെ പറഞ്ഞ തുക മുഴുവൻ എനിക്ക് ഒന്നിച്ച് കിട്ടണം. അതിന് നെഗോസിയേഷൻ ഇല്ല. പറഞ്ഞ തുക തന്നിരിക്കും. താമസക്കാരെയൊക്കെ ഞങ്ങൾ തന്നെ ചവിട്ടി ഇറക്കിക്കോളാം. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അറിയണ്ട. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് കണ്ട ശേഷം പേയ്മെന്റ്, ഫുൾ പേയ്മെന്റും ഒരുമിച്ച് തരും. ആയിക്കോട്ടെ. അതിന്റെ അടുത്ത ദിവസം എഗ്രിമെന്റ് സൈൻ ചെയ്യാം. എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ശരി. ഓക്കെ. ഏട്ടാ, ഈ ഇടപാട് നമുക്ക് വേണ്ട. ഈ കോളനി താമസിക്കുന്നവരെ കുറിച്ച് ഒന്ന് ആലോചിച്ചേട്ടാ. അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാ എത്രയും പെട്ടെന്ന് ഈ കോളനി കച്ചവടം ചെയ്ത് കൈയൊഴിയുന്നത്, അറിയാവോ? എടി, നിനക്കറിയാവോ, വർഷങ്ങളായിട്ട് ഓരോരുത്തർ ഇവിടെ താമസിക്കുന്നവരാ. നാളെ ഒരു കാലത്ത് ഇവരിൽ ആരെങ്കിലും ഒരാൾ വീടിന് അവകാശം പറഞ്ഞുകൊണ്ട് വന്നാലോ? ആ സുധാമണിയുടെ കാര്യം തന്നെ നോക്ക്. അവളെ ഇവിടെ ഇറക്കി വിടാൻ നമുക്ക് പറ്റിയോ? നാളെ ഓരോരുത്തരുടെ കാര്യത്തിലും ഇതേ ബുദ്ധിമുട്ട് തന്നെ നമുക്കുണ്ടാവും. ഇതിപ്പോ കോളനി അവർക്ക് കൊടുത്താലേ കോടികളാ നമുക്ക് കിട്ടാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് കിട്ടാവുന്നതിന്റെ ഇരട്ടി വിലയാ അവര് പറയുന്നത്. പിന്നെ താമസക്കാരെയൊക്കെ അവരിറക്കി വിട്ടോളൂ. അതിനൊക്കെ പുറമെ നമ്മുടെ ഈ കോളനിയുടെ സ്ഥാനത്തുണ്ടല്ലോ സൂപ്പർ ഒരു റിസോർട്ട് വരും. അതും നമുക്കൊരു സന്തോഷമല്ലേ? വേണ്ട ചേട്ടാ, കുറെ പേരുടെ കണ്ണീര് നമുക്ക് കാണേണ്ടി വരും. കണ്ണീരിന്റെ കൂടെ കിട്ടുന്ന പണം നമുക്ക് ഉപകാരപ്പെടാതെ പോകും. എനിക്ക് നിന്റെ ഉപദേശം കേൾക്കണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, നമ്മളെ കുടുംബ വീട്ടിൽ ചെന്ന് ആധാരങ്ങളും മുൻ പ്രമാണങ്ങളും എടുക്കുന്നു. എന്നിട്ട് അത് ഇവർക്ക് കൈമാറുന്നു. ഈ കാര്യം ഈ ചെവി അറിയാൻ പാടില്ല. എന്റെ മനസ്സിൽ ഒന്നും ഇരിക്കൂല. ഞാനൊരു ശുദ്ധയാ. അതുകൊണ്ടേ ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ പറഞ്ഞോളൂ. ഇവിടുത്തെ ആഹാരം ഉണ്ടല്ലോ വെറും മോശമാ. അയ്യോ, ചോറും കൂട്ടാനും ആണെങ്കിൽ എന്റെ പൊന്നെ വായി വെച്ച് തിന്നാൻ കൊള്ളില്ല. ശരിക്കും ഉപ്പും ഇല്ല, മുളകും ഇല്ല, മണവും ഇല്ല, ഗുണവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാ ഇത്തിരി ചപ്പാത്തി കറിയും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞേ. അല്ല, ഇതെന്തോന്ന് റബ്ബർ ഷീറ്റ് അതോ ചപ്പാത്തിയാണോ? സുധാമണി വലിയ അരിവെപ്പുകാരിയാണെന്നാ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നേ. അതിന്റെ ഒരു ഗുണമൊന്നും ഇവിടെ കാണാനില്ല. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലേ ഇതിങ്ങനെ വലിച്ചു കീറി ഓടെ കൊണ്ട് കളഞ്ഞു. ഇനി ശ്രദ്ധിക്കാം അമ്മേ. കുടുംബനാഥൻ ഇല്ലാത്തടത്തൊക്കെ ഇങ്ങനെ തന്നെയാ. ആർക്കാനും വേണ്ടി അങ്ങ് ഓർക്കാനിക്കും. രുചിയില്ലെങ്കിലും അച്ഛമ്മ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ആഹാ, അപ്പൊ ഞാൻ ആഹാരം കഴിക്കുന്നതാണോ കുറ്റം? വേണ്ടപ്പോ, എനിക്ക് വേണ്ട. ആഹാരത്തിന് എച്ചിക്കണക്ക് പറയുന്ന വീടാണെന്ന് ഞാൻ വിചാരിച്ചത് പോലും ഇല്ല. അയ്യോ, അങ്ങനെ പറയല്ലമ്മേ. ആഹാരത്തെ കുറ്റം പറഞ്ഞ വിഷമത്തില് ബാലു അങ്ങനെ പറഞ്ഞു പോയതാ. നിങ്ങൾ കഴിക്കും. അച്ഛമ്മയ്ക്ക് വേണ്ടിട്ട് അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി തരാൻ പോരെ? പോരാ, നിനക്കു വേണ്ടി നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം ഇവിടെ ഫുഡ് ഉണ്ടാക്കേണ്ടത്. പറഞ്ഞില്ലേ, ഞാനൊരു ശുദ്ധയാ. ഉള്ളിലുള്ളത് അതുപോലെ അങ്ങ് വിളിച്ചു പറയും. എന്റെ അപർണ മോള് ജീവിതത്തില് ഇത്രയും വൃത്തികേടായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അയ്യോ പാവം, ചിരിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? എന്റെ അപ്പോ, ഇതൊന്നും കാണാനും കേൾക്കാനും ഇട്ടേക്കാതെ നിന്റെ ഭർത്താവിനെ ദൈവം നേരത്തെ അങ്ങ് വിളിച്ചല്ലോടി. അതിരിക്കട്ടെ, നിന്റെ ഭർത്താവ് എങ്ങനെയാടി മരിച്ചത് സുധാമണി? എടി, നിനക്ക് ചെവി കേട്ടൂടെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇവരൊക്കെ എന്തിനാണ് പരപരാന്ന് നോക്കുന്നത്? എന്തടാ, അങ്ങേര് എങ്ങനെയാണ് മരിച്ചതെന്ന്? അച്ഛമ്മേ, ഈശ്വര എന്നോട് ക്ഷമിക്കണം.
എന്റെ ഭർത്താവായിരുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരോടും പറയാൻ വയ്യാത്ത അവസ്ഥയാ. എടി മണി, അയാൾ എങ്ങനെയാ മരിച്ചതെന്ന്? തീ പിടിച്ചാ മരിച്ചേ. എങ്ങനെ മരിച്ചെന്ന്? തീ പിടിച്ചാ മരിച്ച. അയ്യോ, ഈ വീട്ടിൽ വെച്ചാണോ സംഭവം? അല്ല, ജയിലിൽ വെച്ചിട്ട്. അയ്യോ, അവര് ജയിലിൽ